ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ മക്കൾക്ക് വീടും 5 ലക്ഷം രൂപ വീതവും നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലെസ്ലി ജോൺ കൂടി ചേരുകയാണ്. ലെസ്ലി, കേരള മനസാക്ഷിയെ നടുക്കിയ സംഭവമായിരുന്നു നെയ്യാറ്റിൻകരയിലുണ്ടായത്. ആ ദുരന്തത്തിനിരയായ ദമ്പതികളുടെ മക്കളെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. അവർക്ക് 5 ലക്ഷം രൂപയും താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കുകയാണ് സർക്കാർ. എന്താണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായ തീരുമാനം? ബാങ്ക് കോടതി അധികൃതർ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണപ്പെട്ട ദമ്പതികളുടെ 2 മക്കൾക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈത്താങ്ങാവുന്നത്. 5 ലക്ഷം രൂപ വീതം ഈ 2 കുട്ടികൾക്കും നൽകാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. ഒപ്പം 10 ലക്ഷം രൂപ വിലയുള്ള വീടും സ്ഥലവും നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ഇളയ കുട്ടി രഞ്ജിത്തിന്റെ പഠനം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. സാമൂഹ്യനീതി വകുപ്പിനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ രഞ്ജിത്തിനുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമായി സർക്കാർ ഏറ്റെടുത്ത് ചെലവുകൾ സർക്കാർ വഹിക്കാനുള്ള തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്രമേയ ഐക്യകണ്ഠേന പാസാക്കിയ ശേഷം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം എടുത്തത്. കളക്ടറുടെ റിപ്പോർട്ട് കൂടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഈ കുട്ടികളുടെ താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നായിരുന്നു ശുപാർശ ഉണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണോ സർക്കാരിന്റെ ഈ തീരുമാനം? വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ശ്രദ്ധയുണ്ടാകുമെന്നാണോ? തീർച്ചയായും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇത് പരിഗണിച്ച് കൃത്യമായ വിലയിരുത്തലിന് ശേഷമാണ് ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തിയത്. മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായില്ല. ഇത് ഇത്തരമൊരു കുടുംബത്തിന് ആകേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിനെയാണ് നെയ്യാറ്റിൻകരയിൽ മരിച്ച ദമ്പതികളുടെ മക്കൾക്ക് വീടും 5 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനവും കൈക്കൊണ്ടത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇളയ മകൻ രഞ്ജിത്തിന് പഠന സഹായം സർക്കാർ ഏറ്റെടുക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പിനായിരിക്കും ഇതിന്റെ ഉത്തരവാദിത്തം. വ്യക്തമാണ്. ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നെയ്യാറ്റിൻകരയിലെ കുട്ടികൾക്ക് രഞ്ജിത്തിനും രാഹുലിനും സർക്കാരിൻ്റെ സഹായം എത്തിയിരിക്കുന്നു. താമസിക്കാൻ വീടും ഒപ്പം 5 ലക്ഷം രൂപ വീതവും നൽകും. പഠന സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. കേന്ദ്ര സർക്കാരിൻ്റെ കർഷകദ്രോഹ നിയമങ്ങൾക്കെതിരെ ഐക്യകണ്ഠേന കേരളം പ്രമേയം പാസാക്കി. ജനങ്ങളുടെ പൊതുവികാരം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഏക BJP അംഗം ഒ രാജഗോപാൽ പ്രമേയത്തെ എതിർത്തില്ല. കാർഷിക നിയമങ്ങൾക്കെതിരെ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാർഷിക നിയമങ്ങൾ റദ്ദാക്കുന്ന നിയമം പാസാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സഭാ സമ്മേളനം ചരിത്രത്തിൽ ഇടം നേടുമെന്ന് സ്പീക്കറും പ്രതികരിച്ചു. ജീവൻകുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പോഴുണ്ട്. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി കേൾക്കാം. കാർഷിക നിയമങ്ങൾക്കെതിരായ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരം കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് കൈവശപ്പെടുത്താൻ അവസരം നൽകുന്ന രീതിയിൽ ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുന്നു തുടങ്ങിയ വാക്കുകളാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. കർഷകരുടെ വിലപേശൽ ശേഷി മിക്കപ്പോഴും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ശക്തിക്ക് മുന്നിൽ വളരെ ദുർബലമാകും എന്നതാണ് ഇതിലുയരുന്ന ഗൗരവതരമായ പ്രശ്നം. കർഷകർക്ക് നിയമപരിരക്ഷ ലഭിക്കാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലില്ല എന്ന് മാത്രവുമല്ല, കോർപ്പറേറ്റുകളുമായി ഇതിനുവേണ്ടി നിയമയുദ്ധം നടത്താനുള്ള ശേഷിയും കർഷകർക്കില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സംഭരിച്ച് ന്യായവിലക്ക് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് നിലനിൽക്കേണ്ടത്. അതിനു പകരം കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരമാകെ കോർപ്പറേറ്റുകൾക്ക് കൈവശപ്പെടുത്താൻ അവസരം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. രാജ്യത്തിൻ്റെ നട്ടെല്ലായ കർഷകർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഈ 3 വിവാദ നിയമങ്ങളും റദ്ദാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. സർ, ഇവിടെ നിയമനിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കാനാവൂ. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്.
മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്. ജീവൻ കൂടി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ജീവൻ, അതായത് രാജ്യത്തിന്റെ പൊതു താല്പര്യമാണ് ഈ കർഷകരുടെ പ്രക്ഷോഭത്തിനൊപ്പമുള്ളത്. അവിടെ കേരള സർക്കാർ കർഷകർക്കൊപ്പം പിന്തുണ നൽകുന്നു. കേന്ദ്ര നയങ്ങൾക്കെതിരായുള്ള പ്രതിഷേധം കൂടിയാണ് ഈ പ്രമേയത്തിലൂടെ പാസാക്കിയത്. ഇന്ന് സഭയിലുണ്ടായ കാര്യങ്ങൾ എങ്ങനെ? ജോർജിറ്റ്, രാവിലെ 9 മണിയോടുകൂടി നിയമസഭ ചേർന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് കേരള നിയമസഭ പ്രമേയത്തിലൂടെ പാസാക്കിയത്. കർഷകർക്ക് ന്യായവില ലഭിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുന്നുവെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. സമരം തുടർന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ ഭക്ഷണത്തിന് ആശ്രയിക്കുന്ന കേരളം പട്ടിണിയിലാകും. ഭക്ഷ്യ സംസ്കരണത്തിൽ നിന്നും സർക്കാർ പിന്മാറുമ്പോൾ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപകമാകുമെന്നും പ്രമേയം ആശങ്ക രേഖപ്പെടുത്തി. നിയമസഭയുടെ പൊതുവികാരമാണ് സഭാനാഥനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ ഉണ്ടായിരുന്നത്. പ്രമേയത്തെ പിന്തുണയ്ക്കുമ്പോഴും കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനായിരുന്നു പ്രതിപക്ഷത്തിന്റെ വ്യഗ്രത. പ്രമേയം പാസാക്കുന്നതിന് പകരം സർക്കാരിന് നിയമം കൊണ്ടുവരാമായിരുന്നുവെന്നും പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സർക്കാരുകൾ നിയമം പാസാക്കിയെന്നും പ്രതിപക്ഷത്തിൽ നിന്നും KC ജോസഫ് പ്രമേയ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു. നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. പ്രമേയത്തെ ചില ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് KC ജോസഫ് ആവശ്യപ്പെട്ടു. കാർഷിക നിയമത്തെ എതിർക്കുന്നവർ കർഷകരുടെ താല്പര്യത്തിന് എതിരെ നിൽക്കുന്നവരാണെന്ന് BJPയുടെ അംഗം O രാജഗോപാൽ പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന വരികൾ എഴുതി ചേർക്കണമെന്ന് വീണ്ടും പിന്നാലെ KC ജോസഫ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണ് പ്രമേയമെന്നും അതിനാൽ പ്രധാനമന്ത്രിയെ പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചഭിപ്രായപ്പെട്ടു. ഇതോടെ തന്റെ നിർദ്ദേശത്തിന്മേൽ KC ജോസഫ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. ഇതോടെ ഇതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷത്ത് ഭിന്നതയും രൂപപ്പെട്ടു. കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയത്തിൽ വോട്ടെടുപ്പ് പാടില്ലെന്ന് ഈ മന്ത്രി കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ് അഭിപ്രായപ്പെട്ടെങ്കിലും KC ജോസഫ് വിമർശിച്ചു നിന്നു. ഇതോടെ ഭേദഗതി വോട്ടിനിട്ടുള്ളിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയത്തെ BJP അംഗം ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയതായി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചത്. തുടർന്ന് ഗവർണർക്കെതിരായും പ്രതിഷേധത്തിന്റെ വേദിയായി ഇന്നത്തെ പ്രമേയ ചർച്ച മാറി. കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ ചേർന്ന നിയമസഭാ സമ്മേളനം ഗവർണർക്കെതിരായ ഒരു പ്രതിഷേധത്തിന്റെ വേദിയാക്കി ഭരണപക്ഷവും പ്രതിപക്ഷവും മാറ്റി. ആവശ്യപ്പെട്ടാൽ അത് വിവേചനാധികാരത്തോടു കൂടി തീരുമാനിക്കാൻ ഗവർണർക്ക് കഴിയില്ല എന്ന് മുഖ്യമന്ത്രി അനുമതി നേടി ഗവർണറെ മന്ത്രിമാർ കണ്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ സഭ ചേരാൻ അനുവദിക്കാതെ ഇരുന്നപ്പോൾ ക്രിസ്മസ് കേക്കുമായി 2 മന്ത്രിമാരെ ഗവർണറുടെ കാല് പിടിക്കാൻ പറഞ്ഞുവിടേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് KC ജോസഫ് കുറ്റപ്പെടുത്തി. ഗവർണർ സഭയെ അപമാനിക്കുമെന്നും ഗവർണർക്കെതിരായ വിമർശനം കൂടി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗിൽ നിന്നുള്ള CA അഹമ്മദ് ആവശ്യപ്പെട്ടു. അതോടൊപ്പം ഗവർണർക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് മാനുഷി കാപ്പനടക്കമുള്ളവരും ജീവൻ, അത് തന്നെയാണ് രാജ്യവ്യാപക പ്രക്ഷോഭമാണ്. അതിജീവനത്തിനായുള്ള ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് കേരളം മാതൃകാപരവും ചരിത്രത്തിൽ ഇടം നേടുന്നതുമായ പ്രമേയം പാസാക്കിയത്. അതിന് ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷ അംഗങ്ങളും പൂർണ്ണമായി പിന്തുണ നൽകുകയായിരുന്നു. ഏറ്റവും പ്രധാനം BJPയുടെ അംഗമായ O രാജഗോപാൽ കൂടി ഈ സഭയുടെ പൊതുനിലപാട് പരിഗണിച്ചുകൊണ്ടുള്ള പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ളതാണ്. അത്തരം കാര്യങ്ങൾ എങ്ങനെ? O രാജഗോപാൽ അതിനുശേഷം പ്രമേയം ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട O രാജഗോപാലിനും മാധ്യമപ്രവർത്തകരെല്ലാം എടുത്തു ചോദിച്ചത് ഈ പ്രമേയത്തെ എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണ്, രാജഗോപാൽ എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഈ നിയമസഭാ പ്രമേയത്തിന്റെ ഒരു പൊതുവായ ഒരു മൂല്യബോധത്തെ താൻ അംഗീകരിക്കുന്നു, അതിന്റെ ഒരു കൺസേൺസിനെ താൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും എതിർത്തുന്നയിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഈ പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം പൊതുയോജിപ്പാണ് മാധ്യമപ്രവർത്തകരെ കണ്ട O രാജഗോപാൽ വ്യക്തമാക്കിയത്. വ്യക്തമാണ്. ജീവൻ കുമാറാണ് സഭയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്. ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. ഗവർണർ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാനാവുക. ഗവർണറെ രാജ്ഭവനിൽ പോയി കാണുന്നതിൽ അസാംഗത്യമില്ലെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ആ വാക്കുകൾ കൂടി. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ സഹായം, ഉപദേശം, അതുപ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഗവർണർ എന്ന നിലക്കുള്ള ഉത്തരവാദിത്വം, ഭരണഘടനാദത്തമായ കടമകൾ, ചുമതലകൾ ഇതൊക്കെ നിർവഹിക്കാൻ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ ബാധ്യസ്ഥവുമാണ്.
ഇവിടെ ഗവർണർക്ക് വിവേചനാധികാരമുള്ളത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ്. എല്ലാ കാര്യത്തിലും വിവേചനാധികാരം ഗവർണർക്കില്ല. ഇപ്പോൾ നിയമസഭ വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ അനുച്ഛേദം 174 പ്രകാരം ഭൂരിപക്ഷമുള്ള സർക്കാർ ശുപാർശ ചെയ്താൽ അവിടെ ഒരു വിവേചനാധികാരവും പ്രയോഗിക്കാൻ കഴിയും. നമ്മുടെ ആദ്യഘട്ടത്തിൽ സഭ ചേരാൻ വേണ്ടിയുള്ള ശുപാർശ അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേറൊരു സംശയമില്ലാത്തതുകൊണ്ട് മറ്റു തരത്തിലുള്ള ഒരു നടപടിയിലേക്കും നമ്മൾ കടന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്നും ശക്തമായ നിലപാടുകൾ തന്നെയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും കേരളം പ്രമേയം പാസാക്കിയിരുന്നു. അന്നും പ്രതിപക്ഷത്തിന്റെ പിന്തുണ കേരളത്തിനുണ്ടായിരുന്നു. അന്ന് ചെറിയ വിയോജിപ്പ് മുല്ലപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ കോൺഗ്രസിൽ നിന്ന് ഉണ്ടായുള്ളൂ. ഇന്നും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ പ്രമേയം ഇന്ന് പാസാക്കിയിരിക്കുന്നത്. കാർഷിക നിയമങ്ങൾ റദ്ദാക്കുന്ന നിയമം പാസാക്കണമെന്നും പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെട്ടു. സഭാ സമ്മേളനത്തിന് ആദ്യം അനുമതി നിഷേധിച്ച ഗവർണർക്കെതിരെയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്ന് സഭയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഗവർണറുടെ നിലപാടുകൾ സഭയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഇന്ന് സഭയെ നയിച്ച KC ജോസഫ് പറഞ്ഞത്. സർ, ഈ സഭ നേരത്തെ ചേരേണ്ടുന്നത് ഈ മാസം 23-നാണ്. ഭരണഘടനാ പ്രകാരം ക്യാബിനറ്റ് ശുപാർശ ചെയ്ത് അയച്ച ആ നിർദ്ദേശം ഗവർണർ നിരാകരിച്ചത് ജനാധിപത്യത്തോടുള്ള ഭരണഘടനയോടുള്ള വലിയ വെല്ലുവിളിയും അവഗണനയുമാണ്. സർ, നമ്മുടെ പാർലമെൻ്ററി നടപടിക്രമത്തിൽ സഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ക്യാബിനറ്റ് അസംബ്ലി എടുക്കാൻ ശുപാർശ ചെയ്താൽ ഗവർണറിന് മുമ്പിൽ മറ്റ് യാതൊരു ഓപ്ഷനുമില്ല. അദ്ദേഹം മറ്റെന്തോ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത എക്സീഡ് ദ ലിമിറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് പ്രസിഡന്റ് ഗവർണർ ആ സഭ വിളിച്ച് തയ്യാറാകാതിരുന്നത് നിർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോവിഡ് ക്വാറന്റൈനിൽ ആയതിനാലാണ് ഇന്ന് പ്രതിപക്ഷത്തെ നയിച്ചുകൊണ്ട് KC ജോസഫ് കോൺഗ്രസിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്കുള്ള പൂർണ്ണ പിന്തുണ കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. BJP MLA O രാജഗോപാലിന്റെ വാക്കുകളാണ് ഏറ്റവും പ്രസക്തവും നിർണായകവുമായത്. ഈ രാഷ്ട്രീയമായി ഇക്കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നിയമങ്ങൾക്കെതിരെ നിയമസഭയിൽ സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിക്കുകയായിരുന്നു മുതിർന്ന BJP നേതാവും MLAയുമായ O രാജഗോപാൽ. കർഷക വികാരത്തിനൊപ്പം നിൽക്കുന്ന സഭയുടെ പൊതുവികാരത്തിനൊപ്പമാണ് താനെന്നാണ് O രാജഗോപാൽ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ കാർഷിക നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ ഏക BJP അംഗം O രാജഗോപാൽ പിന്തുണച്ചത് BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി. ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം ആളിക്കത്തുമ്പോഴാണ് കേന്ദ്ര നിയമത്തിനെതിരെ നിയമസഭയിൽ മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ നിലപാട് സ്വീകരിച്ചത്. പ്രമേയത്തെ എതിർത്തില്ലെന്നും അനുകൂലിക്കുന്നുവെന്നും O രാജഗോപാൽ പറഞ്ഞു. പാർട്ടി നിലപാടായിട്ട് ഇഷ്ടമുണ്ടാവില്ലായിരിക്കും ചിലതൊക്കെ. നമുക്ക് ചില ഇത്തരം കാര്യങ്ങൾ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ കോംപ്രമൈസൊക്കെ വേണം. നമ്മൾ പിടിച്ച മുയലിൻ്റെ കൊമ്പ് 2 എന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കോൺസൻസ് അനുസരിച്ചിട്ട് പോകണം. ഞാൻ ഈ പ്രമേയത്തിനെ അനുകൂലിച്ചു. O രാജഗോപാൽ കൂടി അനുകൂലിച്ചതോടെ പ്രമേയം ഏകകണ്ഠേന പാസാക്കി. സഭയുടെ പൊതുവികാരം കർഷകർക്കൊപ്പം നിന്ന ഘട്ടത്തിൽ അതിനെ മാനിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാജഗോപാൽ വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രമേയത്തെ എതിർക്കാതിരുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും O രാജഗോപാലിന്റെ നിലപാട് അത് BJPയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കും എന്ന് തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. O രാജഗോപാൽ പ്രമേയത്തെ അനുകൂലിച്ചത് പാർട്ടി പരിശോധിക്കുമെന്നാണ് മുതിർന്ന BJP നേതാവ് PK കൃഷ്ണദാസ് പ്രതികരിച്ചത്. പാർട്ടിയുടെ നിലപാട് എന്തെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നേരത്തെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് കൃഷ്ണദാസിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായത്. അതേസമയം BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞത് O രാജഗോപാൽ പറഞ്ഞത് എന്താണ് എന്ന് അറിഞ്ഞില്ല. അക്കാര്യങ്ങൾ വ്യക്തമായ ശേഷം കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താമെന്നാണ് K സുരേന്ദ്രൻ ഇടുക്കിയിൽ ഇന്ന് പ്രതികരിക്കുകയും ചെയ്തത്. ലെസ്ലി ജോൺ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നമുക്ക് പോകുന്നുണ്ട്. ലെസ്ലി, O രാജഗോപാലിൻ്റെ നിലപാടുകൾ അത് BJPയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ്. ഈ ഘട്ടത്തിൽ നേതാക്കളുടെ പ്രതികരണം കൂടി വരുന്നു. K സുരേന്ദ്രൻ്റെയും കൃഷ്ണദാസിൻ്റെയും ഒക്കെ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അത് ഏത് നിലയിലാണ് രാഷ്ട്രീയമായി പ്രാധാന്യമർഹിക്കുക ലെസ്ലി?
ഒ രാജഗോപാല് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമത്തിനെതിരെ നിയമസഭയിൽ സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിച്ചതിൽ ആണ് പാർട്ടി പരിശോധിക്കുമെന്നുള്ള വിശദീകരണം കേന്ദ്ര നേതാവ് കൂടിയായ എൻ കൃഷ്ണദാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒ രാജഗോപാൽ പ്രമേയത്തെ അനുകൂലിച്ചത് പാർട്ടി പരിശോധിക്കും. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വ്യക്തമായിട്ടില്ല. ഇതിനുശേഷം പാർട്ടി നിലപാട് പറയും. പരിണിതപ്രജ്ഞയായ നേതാവാണ് രാജഗോപാൽ. പാർട്ടിയുടെ നിലപാട് എന്തെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല എന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി. ഒരു കാര്യം വ്യക്തമാണ്, BJP സംസ്ഥാന നേതൃത്വത്തെയും ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തെയും വെട്ടിലാക്കുന്ന നിലപാടാണ് നിയമസഭയിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമത്തിനെതിരെ വലിയ തോതിൽ രാജ്യത്താകമാനം സമരം നടക്കുന്ന ഒരു ഘട്ടമാണ്. ഡൽഹിയിൽ സമരം ആളിക്കത്തുന്ന സാഹചര്യമുണ്ട്. അതീവ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് കർഷകർ നടത്തുന്ന ഇത് രാജ്യത്തിന്റെ നിയമസഭകളിൽ വലിയ ചർച്ചകൾ ആകുകയും ലോകത്തിന് വലിയ ചർച്ചകളായി മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമസഭയിൽ ഇത്തരമൊരു കർഷക അനുകൂല പൊതുവികാരം ഉണ്ടായിരിക്കുന്നത്. ഈ പൊതുവികാരത്തിനൊപ്പം നിൽക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് ആരും കരുതേണ്ടതില്ല, അങ്ങനെ കരുതി പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. വ്യക്തമായി അദ്ദേഹം പറഞ്ഞു താൻ പ്രമേയത്തെ എതിർത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. ഇതാണ് PK കൃഷ്ണദാസിനെ പറയുന്നത് ഈ പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനുശേഷം പാർട്ടി നിലപാട് എന്താണെന്നുള്ളത് പാർട്ടിക്കുള്ളിൽ ഇക്കാര്യം ചർച്ച ചെയ്തതിനു ശേഷം വ്യക്തമാക്കാമെന്നാണ് PK കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നത്. ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആളിക്കത്തി കർഷക പ്രക്ഷോഭം 36-ാം ദിവസവും തുടരുകയാണ്. പുതിയ കാർഷിക നിയമത്തിനെതിരെ സമരം തുടരുന്ന കർഷകരുമായി ജനുവരി 4-നാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. വൈദ്യുതി ഭേദഗതി ബിൽ 2020-ന്റെ കരട് പിൻവലിക്കാനും കാർഷിക അവശിഷ്ടം കത്തിക്കുന്നത് നിയന്ത്രിക്കുന്ന വായു മലിനീകരണ ഓർഡറിൽ മാറ്റം വരുത്താനും ഇതിനിടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് കേന്ദ്ര സർക്കാർ ഈ 2 കാര്യങ്ങളിൽ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നത്. അതേസമയം ഭാവി പരിപാടികൾ കർഷക നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുള്ളതാണ് ദില്ലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ. റിപ്പോർട്ട് കാണാം. കർഷക പ്രക്ഷോഭം അതിരൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്നലെ കർഷക സംഘടനകളുമായി ചർച്ച നടത്തിയത്. കർഷകർ മുന്നോട്ട് വെച്ച 4 ആവശ്യങ്ങളിൽ 2 കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. വൈദ്യുതി ഭേദഗതി ബിൽ 2020-ന്റെ കരട് പിൻവലിക്കാനും കാർഷികാവശിഷ്ടം കത്തിക്കുന്നത് നിയന്ത്രിക്കുന്ന വായു മലിനീകരണ ഓർഡിനൻസിൽ മാറ്റം വരുത്താനുമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനാവില്ലെന്ന് കേന്ദ്രം ആവർത്തിച്ചു. നിയമം പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നാണ് കേന്ദ്ര നിലപാട്. താങ്ങുവില നിയമപരമാക്കാനാവില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. സമരത്തിനിടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു. ദില്ലിയിലെ കടുത്ത ശൈത്യം കണക്കിലെടുത്ത് സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും സമരവേദികളിൽ നിന്ന് വീടുകളിലേക്ക് തിരികെ അയക്കണമെന്ന് സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം നിയമങ്ങൾ പിൻവലിക്കുന്നില്ലെങ്കിൽ സമരം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. ഭാവി പരിപാടികൾ കർഷക നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കൈരളി ന്യൂസ്, ദില്ലി. ഇടവേള. ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനകീയ ഇടപെടൽ കേരളത്തിൽ നിർണായകമായെന്നും യെച്ചൂരിയുടെ അഭിപ്രായ പ്രകടനം. യുവജനങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ സ്ഥാനലബ്ധിയെന്നും യെച്ചൂരി വ്യക്തമാക്കി. ഇന്ന് ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യെച്ചൂരി നിലപാടുകൾ വ്യക്തമാക്കിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണഘടന സമ്പൂർണ്ണമായി തകർക്കാൻ നടക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ ഐക്യമെന്ന അനിവാര്യത CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവർത്തിച്ചുന്നയിക്കുന്നത്. ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടുകയാണ്. വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുന്നു. ഇവയെല്ലാം ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തുമെന്ന പരസ്യ പ്രഖ്യാപനമാണ്. ഈ സാഹചര്യത്തിലാണ് ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിപക്ഷ ഐക്യം അനിവാര്യമാകുന്നതെന്ന് ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ യെച്ചൂരി വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ ഐക്യം ഉറപ്പിക്കാൻ CPIM-ന്റെ ഭാഗത്തുനിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാകുന്നതായും യെച്ചൂരി പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനകീയ ഇടപെടൽ നിർണായകമായി. കഴിഞ്ഞ 5 വർഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസകരമായ വിധം പ്രവർത്തിച്ചു. പ്രളയം, ലോക്ക്ഡൌൺ, കോവിഡ് കാലങ്ങളിൽ ആശ്വാസകരമായ പ്രവർത്തനങ്ങളുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിയെന്ന് വ്യക്തമാക്കുന്നതുകൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് യെച്ചൂരി കൂട്ടിച്ചേർത്തു.
തെരഞ്ഞെടുപ്പ് വിജയമല്ല, ജനകീയ സമരങ്ങൾ നയിക്കാനാകുന്നുണ്ടോ എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയുടെ അളവുകോലെന്നും യെച്ചൂരി പറയുന്നു. നേതൃനിരയിൽ യുവജനങ്ങളെ എത്തിക്കാൻ പാർട്ടി നടത്തുന്ന ഇടപെടലിന്റെ പ്രതിഫലനമായി ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ സ്ഥാനലബ്ധിയെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദേശീയ ജനസംഖ്യയുടെ ശരാശരി പ്രായം 40 വയസ്സാണ്. എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റേത് 60 വയസ്സും. ഈ അന്തരം മറികടക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. കോഴിക്കോട് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ KPCC ജനറൽ സെക്രട്ടറിക്കെതിരെ പോസ്റ്റർ. PM നിയാസിനെ പുറത്താക്കി കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാണ് പോസ്റ്റർ. രാവിലെയോടെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസിനെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. PM നിയാസിനെ പുറത്താക്കി കോൺഗ്രസിനെ രക്ഷിക്കൂ, കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവി ഉറപ്പാക്കാൻ പ്രവർത്തിച്ച KPCC ജനറൽ സെക്രട്ടറിയെ നമുക്ക് വേണ്ട എന്നിങ്ങനെയാണ് പോസ്റ്ററിൽ ഉള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലെ പാളയം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണം PM നിയാസാണെന്ന് നേരത്തെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ആരോപണമുന്നയിച്ചിരുന്നു. തനിക്കെതിരെ വിമതനെ നിർത്തിയതും സാമ്പത്തിക സഹായം നൽകിയതും PM നിയാസാണെന്നായിരുന്നു ആരോപണം. ഇതാണ് പോസ്റ്റർ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതോടെ കോഴിക്കോട് കോൺഗ്രസിനുള്ളിലെ പോര് പരസ്യമാവുകയാണ്. KPCC ജനറൽ സെക്രട്ടറിക്കെതിരായ പോസ്റ്റർ കൂടി പ്രത്യക്ഷമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. കൈരളി ന്യൂസ്, കോഴിക്കോട്. പുതുവത്സരത്തോടനുബന്ധിച്ച് മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന തെക്കിന്റെ കാശ്മീരിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി താപനില -2 ഡിഗ്രിയാണ് എന്നതിനൊപ്പം പുതുവത്സരാഘോഷം കൂടിയായപ്പോൾ തിരക്ക് ഒന്നുകൂടി വർദ്ധിച്ചു. മാട്ടുപ്പെട്ടി, രാജമല, വട്ടവട, മറയൂർ എന്നിവിടങ്ങളിലും സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. കോവിഡ് ഭീതി നിലനിൽക്കുന്നുണ്ടെങ്കിലും മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ഇതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുണ്ട്. கிட்டத்தட்ட 4 மணி நேரம் ஆச்சுங்க சார். டிராஃபிக்கு ரொம்ப சிரமமாக இருக்குது. என்னோடன்னு தெரியல, அப்படி மெதுவாக போயிட்டுருக்கோம். எங்கிட்ட போகிறீங்க? இப்போது சைட் சீயிங் பார்க்கலான்னு போகிறோம் சார். മാട്ടുപ്പെട്ടി ഡാം ലൈൻ പോകാൻ പോகிறோம். ഭയങ്കര ട്രാഫിക് ആയിട്ട് 4 മണി നേരം ആச்சுங்க സാർ. ഞങ്ങൾ കൊച്ചിയിലാണ് വരുന്നത്. ഏതാണ്ട് 10 കിലോമീറ്റർ അപ്പുറം തൊട്ടേ നല്ല ബ്ലോക്കാണ്. ബൈക്ക് ആയതുകൊണ്ട് കവർ ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് എത്തി. കാരണമുള്ളവർ ഇനി പാതിരാത്രിയായാലും എത്തുമെന്ന് എനിക്ക് തോന്നാനുള്ളത്. ബിക്കോസ് ആനച്ചാല് തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ബ്ലോക്കാണ്. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവികുളം സബ് കളക്ടറും മൂന്നാർ ASPയും അറിയിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി. തൃശൂർ കുതിരാനിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് അപകടം. 7 വാഹനങ്ങളിൽ ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പാലക്കാട് സ്വദേശികളായ 3 പേരാണ് മരണമടഞ്ഞത്. അപകട കാരണം വിശദമായി പരിശോധിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ആദിത്യ വ്യക്തമാക്കി. രാവിലെ 6:20ഓടെയാണ് സംഭവം. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. 2 കാർ, 1 സ്കൂട്ടർ, 1 ബൈക്ക്, 1 മിനി ലോറി, 1 ട്രാവലർ എന്നിവയിലാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചത്. ഈ കണ്ടെയ്നർ വണ്ടിയുടെ പുറകിൽ ഇടിച്ചിട്ടാണ് എല്ലാ വണ്ടികളും ഇറക്കത്തിൽ വരുമ്പോഴേ എല്ലാ കാറുകളും കൂട്ടി ഇടിച്ചിടിച്ച് വന്ന് നിയന്ത്രണം വിട്ട് കയറി കാണുകയാണ് നമ്മൾ ഉണ്ടായത്. ഇതിപ്പോൾ മുകളിൽ നിന്ന് അങ്ങനെ കൂട്ടി വന്നതാണ്. മുകളിൽ നിന്ന് എല്ലാ വണ്ടികളും പുറകിൽ ഇടിച്ചിടിച്ച് വന്നതാണ്. അതിനിടയിൽ സ്കൂട്ടിയും എല്ലാം പെട്ടായിരുന്നു. പിന്നെ ആളുകളൊക്കെ നമ്മൾ വിളിച്ചു വരുത്തി. ഫസ്റ്റ് ടൈം നമ്മൾ ഹൈവേ പോലീസിനെ വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടുകാർക്ക് വന്നിട്ടാണ് എടുക്കേണ്ടായത്. ഇവിടെ ഫയർഫോഴ്സ് വന്നു. അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന പാലക്കാട് മഞ്ഞപ്ര സ്വദേശികളായ വിജേഷ്, നിഖിൽ, കാറിൽ യാത്ര ചെയ്തിരുന്ന പാലക്കാട് സ്വദേശി ശോഭൻ എന്നിവരാണ് മരിച്ചത്. കുതിരാൻ മേഖലയിൽ അപകടം തുടർക്കഥയാകുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം മണിക്കൂറോളം പൂർണ്ണമായും സ്തംഭിച്ചു. പിന്നീട് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൈരളി ന്യൂസ്, തൃശൂർ. ഇന്ന് കുതിരാനിലുണ്ടായ അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞൊരു വർഷം ഉണ്ടായ കോവിഡ് ദുരന്തത്തെയൊക്കെ മറികടന്ന്, ആ പ്രതിസന്ധികളെ മറികടന്ന് ഒരു പുതിയ വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകം. വലിയ പ്രതീക്ഷകളോടെയാണ് ലോകം 2021 പോകുന്നത്. പക്ഷേ ഇന്ന് ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാവുകയാണ്.
കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി കേരള നിയമസഭ. കർഷകർക്ക് ന്യായവില ലഭിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു പോകുന്നുവെന്ന് പ്രമേയം. സമരം തുടർന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ ഭക്ഷണത്തിന് ആശ്രയിക്കുന്ന കേരളം പട്ടിണിയിലാകുമെന്ന് പ്രമേയം. BJP MLA ഒ രാജഗോപാൽ അടക്കം ഐകകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത്. ജീവൻ കുമാർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ജീവൻ, ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു പ്രമേയം തന്നെയാണ്. അത് കേന്ദ്രം നടപ്പാക്കുന്ന നയങ്ങളോടുള്ള ഒരു പ്രതിഷേധ സൂചകം കൂടിയായി മാറുകയാണ്. പ്രതിപക്ഷം കൂടി പിന്തുണച്ചുകൊണ്ട് ഇന്ന് നിയമസഭയിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് കേരള നിയമസഭ പ്രമേയത്തിലൂടെ പാസാക്കിയിരിക്കുന്നത്. കർഷകർക്ക് ന്യായവില ലഭിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു പോകുന്നുവെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. തുടർന്ന് ഈ സമരം തുടരുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ ഭക്ഷണത്തിന് ആശ്രയിക്കുന്ന കേരളം പട്ടിണിയിലാകും. ഭക്ഷ്യ സംഭരണത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമ്പോൾ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപകമാകുമെന്ന് പ്രമേയം ആശങ്ക രേഖപ്പെടുത്തി. നിയമസഭയുടെ പൊതുവികാരമാണ് സഭാനാഥനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ ഉണ്ടായിരുന്നത്. പ്രമേയത്തെ പിന്തുണയ്ക്കുമ്പോഴും സർക്കാരിനെ കുറ്റപ്പെടുത്താനായിരുന്നു പ്രതിപക്ഷത്തിന്റെ വ്യഗ്രത. പ്രമേയം പാസാക്കുന്നതിന് പകരം സർക്കാരിന് നിയമം കൊണ്ടുവരാമായിരുന്നുവെന്നും പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സർക്കാരുകൾ നിയമം പാസാക്കിയെന്നും പ്രതിപക്ഷത്തു നിന്നും KC ജോസഫ് പ്രമേയ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു. നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. പ്രമേയത്തിൽ ചില ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് KC ജോസഫ് ആവശ്യപ്പെട്ടു. കാർഷിക നിയമത്തെ എതിർക്കുന്നവർ കർഷകരുടെ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്നവരാണെന്ന് BJP അംഗം ഒ രാജഗോപാൽ പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഈ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു അദ്ദേഹം ഈ പ്രമേയത്തെ എതിർത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം ഐകകണ്ഠേനയാണ് പാസ്സായത് എന്നത് കൗതുകകരമായി. പ്രമേയത്തിൽ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന വരികൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് KC ജോസഫ് അദ്ദേഹത്തിന്റെ ഭേദഗതി നിർദ്ദേശം അവതരിപ്പിച്ചെങ്കിലും സഭ വോട്ടിനിട്ട് തള്ളി. തുടർന്ന് പ്രമേയം ഐകകണ്ഠേന പാസ്സായതായി സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു. എന്തായാലും ഒ രാജഗോപാലിന്റെ പിന്തുണയോടുകൂടി ആണ് ഈ പ്രമേയം പാസ്സായിരിക്കുന്നത്. വ്യക്തമാണ്. ജീവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നിയമങ്ങൾക്കെതിരെയുള്ള നിയമസഭയിൽ സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിച്ച് മുതിർന്ന BJP നേതാവും MLAയുമായ ഒ രാജഗോപാലും രംഗത്തെത്തി. കർഷക വികാരത്തിനൊപ്പം നിൽക്കുന്ന സഭയുടെ പൊതുവികാരത്തിനൊപ്പമാണ് താനെന്നാണ് ഒ രാജഗോപാൽ വ്യക്തമാക്കിയത്. ഒ രാജഗോപാലിന്റെ വാക്കുകൾ കേൾക്കാം. കാർഷിക നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ ഏക BJP അംഗം ഒ രാജഗോപാൽ പിന്തുണച്ചത് BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി. ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം ആളിക്കത്തുമ്പോഴാണ് കേന്ദ്ര നിയമത്തിനെതിരെ നിയമസഭയിൽ മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാൽ നിലപാട് സ്വീകരിച്ചത്. പ്രമേയത്തെ എതിർത്തില്ലെന്നും അനുകൂലിക്കുന്നുവെന്നും ഒ രാജഗോപാൽ പറഞ്ഞു. പാർട്ടി നിലപാടായിട്ട് ഇഷ്ടമുണ്ടാവില്ലായിരിക്കും. നമുക്ക് ചില ഇത്തരം കാര്യങ്ങൾ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ കോംപ്രമൈസൊക്കെ വേണം. നമ്മൾ പിടിച്ച മുയലിന് കൊമ്പ് 2 എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. കോൺസെൻസസ് അനുസരിച്ചിട്ട് പോകണം. ഞാൻ ഈ പ്രമേയത്തിനെ അനുകൂലിച്ചു. ഒ രാജഗോപാൽ കൂടി അനുകൂലിച്ചതോടെ പ്രമേയം ഏകകണ്ഠേന പാസാക്കി. സഭയുടെ പൊതുവികാരം കർഷകർക്കൊപ്പം നിന്ന ഘട്ടത്തിൽ അതിനെ മാനിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാജഗോപാൽ വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രമേയത്തെ എതിർക്കാതിരുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഒ രാജഗോപാലിന്റെ നിലപാട് BJPയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുന്നത്. ഒ രാജഗോപാൽ പ്രമേയത്തെ അനുകൂലിച്ചത് പാർട്ടി പരിശോധിക്കുമെന്ന് PK കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ നിലപാട് എന്തെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നേരത്തെ തന്നെ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് PK കൃഷ്ണദാസ് പ്രതികരിച്ചത്. ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, ഇന്ന് പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ടാണ്, അതായത് സഭയുടെയും കർഷകരുടെയും വികാരത്തെ മാനിച്ചു അതിനൊപ്പം നിൽക്കുന്നു എന്നാണ് ഒ രാജഗോപാൽ പറഞ്ഞത്. അത് BJP നിലപാടുകൾക്ക് വിരുദ്ധമാണ്. ഒന്നുമില്ലെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ ഈ നിയമത്തിനെതിരെ ഉള്ള ഒരു കേരളത്തിൻ്റെ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുന്നത് BJPയെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെയാണ് ഈ PK കൃഷ്ണദാസ് പറഞ്ഞത്? മറ്റ് BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ ലഭ്യമാണെങ്കിൽ. ജോജിത്ത്, ഒ രാജഗോപാൽ കർഷക വിരുദ്ധ പ്രമേയത്തിനെതിരെ അനുകൂലിച്ച് നിലപാട് സ്വീകരിച്ചത് കേന്ദ്ര BJP നേതൃത്വത്തെയും ഒപ്പം തന്നെ സംസ്ഥാന BJP നേതൃത്വത്തെയും വെട്ടിലാക്കിയ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് മുതിർന്ന നേതാവായ PK കൃഷ്ണദാസുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ചോദിച്ചത്. ഒ രാജഗോപാൽ പ്രമേയത്തെ അനുകൂലിച്ചത് പാർട്ടി പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അദ്ദേഹം സഭയിൽ പറഞ്ഞതെന്നറിയില്ല. അത് പരിശോധിച്ച ശേഷം മാത്രം ആയിരിക്കും പാർട്ടി ഇത് സംബന്ധിച്ച ഒരു നിലപാട് സ്വീകരിക്കുക. പരിണതപ്രജ്ഞനായ നേതാവാണ് ഒ രാജഗോപാൽ. പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല
ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും നേതൃത്വത്തെ വെട്ടിലാക്കിയ നിലപാടിലേക്ക് ഒ രാജഗോപാൽ തിരികുകയും ചെയ്തു. അദ്ദേഹത്തോട് തന്നെ ഈ കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയമായി BJP-യുടെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണല്ലോ താങ്കൾ എടുത്തത്, സഭയിൽ കൈക്കൊണ്ടത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒ രാജഗോപാൽ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: സഭയുടെ പൊതുവികാരം കണക്കിലെടുത്താണ് താൻ അത്തരം ഒരു തീരുമാനമെടുത്തത്. പ്രമേയത്തെ എതിർത്തിട്ടില്ല. പ്രമേയത്തെ എതിർക്കേണ്ട കാര്യമുണ്ടെന്ന് തനിക്ക് തോന്നിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. കാരണം ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം താൻ എടുത്തത് എന്ന് പറഞ്ഞു. അതിൽ വിവാദങ്ങൾക്ക് ഇടയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ വിഷയം പരിശോധിച്ച് നിലപാട് സ്വീകരിക്കുമെന്ന് കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നത്. ലെസ്ലി ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാർഷിക നിയമങ്ങൾക്കെതിരെ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരം കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് കൈവശപ്പെടുത്താൻ അവസരം നൽകുന്നു. കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുന്നു. കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു. കർഷകരുടെ വിലപേശൽ ശേഷി മിക്കപ്പോഴും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ശക്തിക്ക് മുന്നിൽ വളരെ ദുർബലമാകും എന്നതാണ് ഇതിലുയരുന്ന ഗൗരവതരമായ പ്രശ്നം. കർഷകർക്ക് നിയമപരിരക്ഷ ലഭിക്കാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലില്ല എന്ന് മാത്രവുമല്ല, കോർപ്പറേറ്റുകളുമായി ഇതിനുവേണ്ടി നിയമയുദ്ധം നടത്താനുള്ള ശേഷിയും കർഷകർക്കില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സംഭരിച്ച് ന്യായവിലക്ക് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് നിലനിൽക്കേണ്ടത്. അതിനു പകരം കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരമാകെ കോർപ്പറേറ്റുകൾക്ക് കൈവശപ്പെടുത്താൻ അവസരം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. രാജ്യത്തിൻ്റെ നട്ടെല്ലായ കർഷകർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഈ 3 വിവാദ നിയമങ്ങളും റദ്ദാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. സർ, ഇവിടെ നിയമനിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കാനാവൂ. പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിയമസഭ ചേരുന്നതിൽ എതിർപ്പ് ഉന്നയിച്ച ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയും വിവിധ കക്ഷി നേതാക്കളും രംഗത്തെത്തി. സഭ ചേരുന്ന കാര്യത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് സഭയിൽ ഉയർന്നത്. സഹായം, ഉപദേശം, അതുപ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഗവർണർ എന്ന നിലക്കുള്ള ഉത്തരവാദിത്വം, ഭരണഘടനാദത്തമായ കടമകൾ, ചുമതലകൾ, ഇതൊക്കെ നിർവഹിക്കാൻ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ ബാധ്യസ്ഥവുമാണ്. ഇവിടെ ഗവർണർക്ക് വിവേചനാധികാരമുള്ളത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ്. എല്ലാ കാര്യത്തിലും വിവേചനാധികാരം ഗവർണർക്കില്ല. ഇപ്പോൾ നിയമസഭ വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ അനുച്ഛേദം 174 പ്രകാരം ഭൂരിപക്ഷമുള്ള സർക്കാർ ശുപാർശ ചെയ്താൽ അവിടെ ഒരു വിവേചനാധികാരവും പ്രയോഗിക്കാൻ കഴിയും. നമ്മുടെ ആദ്യഘട്ടത്തിൽ സഭ ചേരാൻ വേണ്ടിയുള്ള ശുപാർശ അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേറൊരു സംശയമില്ലാത്തതുകൊണ്ട് മറ്റു തരത്തിലുള്ളൊരു നടപടിയിലേക്കും നമ്മൾ കടന്നില്ല. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിലൊക്കെ കണ്ടതിന് സമാനമായൊരു വാർത്ത കൂടി ഇപ്പോൾ കഴക്കൂട്ടത്ത് ഉണ്ടായിരിക്കുന്നു. നിർധനരായ അമ്മയെയും 3 പെൺമക്കളെയും പുറത്താക്കി അയൽവാസികൾ വീട് പൊളിച്ചു കളഞ്ഞു എന്നാണ് വാർത്തകൾ വരുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് സംഭവം. ആയുധങ്ങളുമായി എത്തിയ സംഘം കുട്ടികളെ ഉപദ്രവിച്ചതായും പരാതിയുണ്ട്. സ്വന്തമായി ഭൂമിയില്ലാത്ത കുടുംബം താമസിച്ച പുറമ്പോക്കിൽ നിന്നാണ് ഇവരെ അയൽവാസികൾ ഇറക്കിവിട്ടത്. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭ്യമായിരിക്കുന്നു. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പുറമ്പോക്കിൽ നിന്നാണ് ആ കുടുംബത്തെ ഇറക്കിവിട്ടത്. ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി താമസിച്ചിരുന്ന നിർധനരായ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കാണ്, അമ്മയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിനാണ് അതിക്രമത്തെ നേരിടേണ്ടി വന്നത്. ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങളുമായി റിനു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ സ്ക്രീനിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റിനു, എന്താണ്
എന്താണ് അവിടെ സംഭവിച്ചത്? അയൽവാസികൾ അത് മാരകായുധങ്ങളുമായി എത്തി ആ അമ്മയെയും പെൺമക്കളെയും അടിച്ചിറക്കുകയായിരുന്നോ? ഇപ്പോൾ നമ്മൾ കാണുന്ന CCTV ദൃശ്യം ഈ മാസം 17-ാം തീയതി നടന്നതാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ സൈനിക നഗറിലാണ് ഈ സംഭവം നടക്കുന്നത്. സുറുമി എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ 3 പെൺകുട്ടികളും, അതായത് പ്രായപൂർത്തിയാവാത്ത 3 കൊച്ചു പെൺകുട്ടികളും താമസിക്കുന്ന ചെറിയൊരു ഷെഡ് പോലുള്ള വീടാണ്. ഇവർ 7 വർഷത്തോളമായി, ഇതൊരു പുറമ്പോക്ക് ഭൂമിയാണ്, 7 വർഷത്തോളമായി ഈ ഭൂമിയിൽ താമസിച്ചു വരികയാണ്. ഈ 7 വർഷത്തിന് ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇവർ വീടിൻ്റെ ശോചനീയാവസ്ഥ കാരണം മറ്റൊരു സ്ഥലത്തേക്ക് വാടക വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ 1 മാസം മുമ്പാണ് വീണ്ടും തിരികെ എത്തി ആ ഷെഡ് നന്നായി ബലപ്പിച്ച് അവർ വീണ്ടും അവിടെ താമസം ആരംഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് തൊട്ട് അയൽവക്കത്ത് ഉള്ള 2 പേർ, ഷംനാദ്, ദിൽഷാദ് എന്ന് പറയുന്ന 2 പേർ, ഇവർ രണ്ടും സഹോദരങ്ങളാണ്. ഇവർ വടിവാളുമായി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്, വടിവാളുമായി ഇവിടേക്ക് എത്തുകയും ഈ കുട്ടികളെ ഉൾപ്പെടെ ഉപദ്രവിക്കുകയും പൂർണ്ണമായും ആ വീട് ഇടിച്ച് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ സമയത്ത് തന്നെ കഴക്കൂട്ടം പോലീസ് അവിടെ എത്തുന്നുണ്ട്. കഴക്കൂട്ടം പോലീസ് അവിടെ എത്തിയതിന് ശേഷം ഇവരുടെ വീഡിയോ പകർത്തി തിരിച്ചു പോയതല്ലാതെ ഒരു രീതിയിലുള്ള നടപടികളും, ഈ കുട്ടിയുടെ നെറ്റിക്ക് ഉൾപ്പെടെ മാരകായുധം വെച്ചുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു രീതിയിലുള്ള കേസോ ഒന്നും തന്നെ ഇവർക്കെതിരെ എടുക്കാതെ അവിടുന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ അമ്മയും 3 മക്കളും ഇപ്പോൾ താമസിക്കാൻ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അവർ താമസിച്ചിരുന്ന ഈ ഷെഡ് ഇവർ ഇടിച്ച് നശിപ്പിച്ച് കളയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തൊട്ടടുത്തുള്ള CCTVയിൽ കാണുന്നത്. സർക്കാർ നിയമപ്രകാരം 59/5ൽപ്പെട്ട സ്ഥലം BTR പ്രകാരം പുറമ്പോക്ക് ഭൂമിയാണ് എന്നുള്ളതാണ്. ഇവർ ഇത്രയും കാലമായി ഇവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പട്ടയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ തഹസീൽദാർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകി അവിടെ താമസിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഭൂമിയിലേക്ക്, അതായത് ഈ സ്വകാര്യ വ്യക്തികളായ അയൽവക്കക്കാരായ ഷംനാദ്, ദിൽഷാദ് എന്ന് പറയുന്നവരുടെ വീട്ടിലേക്ക് വഴി പോകുന്നതിന് വേണ്ടി ഇതുവഴി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വീട് നശിപ്പിച്ച് കളയുന്നത്. എന്തായാലും വലിയൊരു അക്രമമാണ് അവിടെ നടന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം 4 പേരും സ്ത്രീകളാണ്, ഒരു അമ്മയും പറക്കമുറ്റാത്ത 3 കുട്ടികളുമാണ്. ഇവരെയാണ് അവിടെ നിന്ന് വീട് നശിപ്പിച്ച് ഇറക്കി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. ഏകദേശം 1.5 മണിക്കൂറോളം ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ വീട് മൊത്തമായും നശിപ്പിക്കുന്നതും പുറത്തേക്ക് കൊണ്ടുപോയി. നമുക്ക് ചിത്രത്തിൽ കൃത്യമായി കാണാം, അതിൻ്റെ ടാർപോളിൻ ഉൾപ്പെടെ കമ്പുകൾ ഉൾപ്പെടെയുള്ളവ എടുത്തു കൊണ്ടുപോയി മറ്റു സ്ഥലത്തേക്ക് ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഇതുവരെയും ഈ പ്രതികൾക്കെതിരെ ഒരു രീതിയിലുള്ള കുറ്റകൃത്യങ്ങളും ഉൾപ്പെടുത്തി ഒരു കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ മാസം 17-ാം തീയതിയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. റിനു, അല്പസമയം കൂടി തുടരുക. എന്തായാലും നിരാലംബരാണ്, നിർധനരാണ്, അമ്മയും 3 മക്കളുമാണ്. അവർ കഴിഞ്ഞ 7 വർഷമായി ടാർപോളിൻ കെട്ടിയ ഈ പുറമ്പോക്ക് ഭൂമിയിലെ ഈ ടെന്റിലാണ് അവർ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് പുറമ്പോക്ക് ഭൂമിയിൽ നിന്നാണ് അയൽവാസികൾ ഒഴിവാക്കി ഈ ആയുധങ്ങളുമായി എത്തി ഭീഷണിപ്പെടുത്തി ഒഴിവാക്കുന്നതെന്നാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. എന്തായാലും തുടരുക. ആ ആക്രമണത്തിനിരയായ അമ്മയുടെയും മക്കളുടെയും പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. ഞങ്ങൾക്ക് വേറെ വീടോ വസ്തുക്കളോ ഒന്നുമില്ല. കാരണം വാടക കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ചെറിയൊരു ഷെഡ് 2013 ഒരു കൊച്ചു ഷെഡ് ചായ്പ പോലെ വെച്ചാണ് ഞാനും എൻ്റെ 3 കുട്ടികളും മാത്രം കഴിഞ്ഞു പോയത്. അന്ന് ഈ പറഞ്ഞ കണക്കത് കാറ്റത്ത് ഈ 2020 മഴയും കാറ്റും കൊറോണയൊക്കെ വന്നപ്പോൾ ഷെഡ് പുനർനിർമ്മിക്കാനുള്ള യാതൊരു അവസ്ഥയും ഇല്ലാതെ വന്നപ്പോൾ മുകളിലൊരു വീട്ടിൽ ചെറിയൊരു വാടകയ്ക്ക് താമസിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെയും വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ 5000 രൂപ അഡ്വാൻസ് കൊടുത്ത് അവിടെ താമസത്തിന് കയറിയെങ്കിലും വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും വിളിച്ചറിയിച്ച് ഞാനിവിടെ അവരെല്ലാവരുടെ സഹായത്തിൽ ഇവിടെ കാട് കയറി കിടന്നപ്പോൾ ശകലം മണ്ണടിച്ച് അവരുടെ പൈസയിൽ കഴയും ടാർപ്പോയും എല്ലാം വാങ്ങിത്തന്ന് എനിക്ക് രണ്ടാമത് കെട്ടിത്തന്ന ഷെഡാണ്. അപ്പോൾ ഈ സ്വകാര്യ വ്യക്തികൾക്ക് ഇതിലെ കൂടെ വഴിയിടാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടുന്ന് ഓടിച്ചതാണ്. എന്നെ താമസിക്കാൻ സമ്മതിക്കാതെ എൻ്റെ കുട്ടികളെയും എൻ്റെ മൂത്ത മോളെ ദേഹത്തൊക്കെ പിടിച്ച് വാളൊക്കെ വെച്ച് വീശിയ അയാൾ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടൊക്കെ. ദിൽഷാദ്, ഷംനാദ്, ദിൽഷാദിൻ്റെ മകൻ ആദിൽ, അവരുടെ ഭാര്യ ആസീന എന്നീ 4 വ്യക്തികളാണ് കൂടുതലും എനിക്കിവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. മകളുടെ ദേഹത്ത് വാളുകൊണ്ട് വീശി നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്. പക്ഷെ ആ തിരക്ക് ഇതിൽ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള ആ ഒരു ഇത് വന്നില്ല. കുട്ടികളുടെ വിറയലും പേടിയും കാരണം അവരെ ഇതാക്കാനുള്ള ഇതായിരുന്നു ഞാൻ ചെയ്തത്. കുട്ടികളെ മോളെ ദേഹത്തൊക്കെ കയറി പിടിക്കുകയും തള്ളുകയൊക്കെ ചെയ്തു മൂത്ത മക്കളുടെ. അന്ന്
നമ്മളിവിടെ കിടക്കാൻ നേരത്ത് ഇവരാണെങ്കിൽ അവിടെ രാവിലെ 5:30-6 മണിക്കായപ്പോൾ ഇവർ ഇങ്ങനെ വാളും വടിവാളുമായിട്ട് ചുറ്റിലുമായിട്ട് വന്നിട്ട് ഷെഡിനകത്ത് കയറിയിട്ട് പറഞ്ഞ് നിങ്ങളുടെ വസ്തുവാണോ എന്ന്. നമ്മൾ പറഞ്ഞു ആണെന്ന്. എന്നിട്ട് ഇവർ ഇവിടെ ഈ മരത്തിൻ്റെ മൂട്ടിലായിട്ട് ഇവർ ഇത് രണ്ടും കൊണ്ടുവച്ചിട്ട് വേറൊരു മാമ വന്നിട്ട് ഈ നമ്മളിവിടെ നിൽക്കുന്നു. അപ്പോൾ വന്ന് ഒരു മുളയെ പിടിച്ച് കുലുക്കി. എന്നിട്ട് നമ്മൾ പേടിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. എൻ്റെ ഇത്താത്തമാരെ ചെയ്തു. ഈ കൈനെ പിടിച്ച് കുലുക്കി പുറത്തെറിഞ്ഞു. പേടിച്ചു പോയോ? ആ. യെസ്, ആ വാക്കുകൾ കൂടിയാണ് കേട്ടത്. റിനു, ദാരുണമായ സംഭവം തന്നെയാണ്, ദുഃഖമുണ്ടാക്കുന്ന വാക്കുകൾ തന്നെയാണ് ആ കുട്ടിയിൽ നിന്നും അമ്മയിൽ നിന്നും കേട്ടത്. അവർക്ക് തലചായ്ക്കാൻ ഇടമില്ല, ആ ഒരു അവസ്ഥയിലാണ് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ അവിടെ നിന്ന് ഒഴിവാക്കുന്ന ശ്രമങ്ങൾ ഉണ്ടായത്. റവന്യൂ അധികൃതരും പോലീസും എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? തീർച്ചയായും തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരോടൊപ്പം ഉള്ളവരോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞു. അവർ പറയുന്നത് ഇത് പുറമ്പോക്ക് ഭൂമി തന്നെയാണ്, കൃത്യമായ രേഖ ഉൾപ്പെടെ നമ്മളോട് കാണിക്കുന്നു, അതിൻ്റെ കോപ്പി ഉൾപ്പെടെ നമ്മളിലുണ്ട്. 59/5 സ്ഥലം BTR പ്രകാരം പുറമ്പോക്ക് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവർ 7 വർഷത്തോളമായി ഇവരുടെ കൈക്കലാണ്, അതായത് ഈ കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. അവിടെ താമസിക്കുവാൻ അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കളക്ടർക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്, അപേക്ഷ നൽകിയിട്ടുണ്ട്. കളക്ടർ വില്ലേജ് ഓഫീസിലേക്ക് ഇത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. പോലീസ് ഉൾപ്പെടെ അവിടെ എത്തിയിട്ടും ഒരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി, ഒരു പരാതി കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അവർ താമസിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായും ടാർപോളിൻ കെട്ടി ഷെഡ് പൂർണ്ണമായും ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് സ്വന്തമായി റേഷൻ കാർഡുണ്ട്, അത് മറ്റൊരു സ്ഥലത്തെ അഡ്രസ്സിലാണ്, അതായത് വിവാഹം കഴിച്ചു കൊണ്ടുപോയ സ്ഥലത്തെ അഡ്രസ്സിലാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് മറ്റ് രേഖകളില്ലാത്തതിനാൽ സർക്കാരിൻ്റെ വക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് ലഭിക്കുന്നതിനോ ഒന്നും തന്നെ സമീപിച്ചിട്ട് നടക്കുന്നില്ല. കൃത്യമായിട്ടുള്ള വീട് നമ്പരോ അല്ലെങ്കിൽ അഡ്രസ്സോ ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് തന്നെ പട്ടയം ലഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ സുറുമി എന്ന് പറയുന്ന സ്ത്രീ ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും അവർ വളരെ സങ്കടത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. കാരണം 3 പെൺകുട്ടികളെയും കൊണ്ട് താമസിച്ചിരുന്ന ഒരു വീടാണ്. അവിടെ വന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രകോപനവുമില്ലാതെ നമുക്ക് ആ വരുന്ന ആളിൻ്റെ കയ്യിൽ വാള് പോലൊരു ആയുധം ഉണ്ടായിരുന്നത് കൃത്യമായി തന്നെ ദൃശ്യത്തിലുണ്ട്. അതുൾപ്പെടെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഈ അയൽവാസികൾക്ക് ഒരു പ്രകോപനം ഉണ്ടാകാൻ കാരണം എന്താണ്? കഴിഞ്ഞ 7 വർഷമായി അവിടെ താമസിക്കുന്നതാണ് ഈ കുടുംബം. പെട്ടെന്ന് ഈ വടിവാളുമൊക്കെ ആയി എത്തി ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തുക, ആ കുടുംബത്തെ വഴിയാധാരമാക്കുക, ആ നിലയിലേക്ക് പോകാൻ കാരണം എന്താണ്? ജോർജറ്റ് 7 വർഷത്തിന് മുമ്പേ ഇവർ അവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് ഇടയിൽ ഇവർ ഈ വീട്, അതായത് ഷെഡ് വളരെ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനാൽ ഇവർ ഭർത്താവുമായി ചെറിയ പിണക്കത്തിൽ താമസിക്കുന്ന ഒരാൾ കൂടിയാണ് യുവതി. അതുകൊണ്ട് തന്നെ ഇവർ ഇടയ്ക്ക് മറ്റൊരു വീട്ടിലേക്ക് സമീപത്ത് തന്നെ ഏകദേശം 100 മീറ്റർ അപ്പുറമുള്ള ഒരു വാടക വീട്ടിലേക്ക് മാറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിനിടയിൽ ഇപ്പോൾ 2 മാസം മുമ്പാണ് വീണ്ടും ഇവിടേക്ക് വന്ന് ആ ഷെഡ് ബലപ്പെടുത്തി കുറച്ചുകൂടി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ വീണ്ടും താമസം ആരംഭിച്ചത്. വാടക വീട്ടിൽ നിന്ന് 4000 രൂപയാണ് അവർ പറയുന്നത് വാടക. അത് കൊടുക്കാൻ നിവർത്തിയില്ലാതെ വന്നതോടുകൂടിയാണ് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഈ ഷെഡിലേക്ക് വരാനുണ്ടായ സാഹചര്യം. കുറച്ച് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ടാർപോളിനും അതുപോലെ തന്നെ കുറച്ച് മണ്ണൊക്കെ അവിടെ എത്തിച്ച് വൃത്തിയാക്കിയാണ് വീണ്ടും താമസം ആരംഭിച്ചത്. അപ്പോഴേക്കും ഈ സമീപത്തുള്ള ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾ അവരുടെ വസ്തുവിലേക്ക് പോകാൻ വഴി ഇതുവഴി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത് വന്ന് ഈ വീടും ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. വലിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ള പ്രകോപനവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. നമുക്ക് ദൃശ്യത്തിൽ കാണാം, അവർ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മൂത്ത പെൺകുട്ടിയെ 11 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അന്ന് തന്നെ കഴക്കൂട്ടം പോലീസിന്, കഴക്കൂട്ടം CIക്ക് ഇവർ പരാതി നൽകിയിരുന്നു. 3 ദിവസത്തോളം നടന്നാണ് അതിൻ്റെ ഒരു റെസിപ്റ്റ് പോലും കിട്ടിയത് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉന്നയിക്കുന്നുണ്ട് അവർ. എന്തായാലും പോലീസ് കഴക്കൂട്ടം CIയോട് ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 കക്ഷികളോടും വസ്തുവിൻ്റെ രേഖയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും 2 പേരും എത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ യുവതി സുറുമി പറയുന്നത് ഉള്ള രേഖകളുമായി ഞാൻ CI അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു, അപ്പോഴേക്കും എതിർ കക്ഷികൾ വരാത്തത് കൊണ്ട് തിരിച്ചയക്കുകയാണ് ചെയ്തത് എന്നാണ് സുറുമി ഞങ്ങളോട് പറഞ്ഞത്. വ്യക്തമാണ്. റിനുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പുറമ്പോക്കിൽ താമസിച്ച ഒരു കുടുംബത്തെ അയൽവാസികൾ ആയുധങ്ങളുമായി എത്തി ഭീഷണിപ്പെടുത്തി കുടിയിറക്കി എന്നുള്ള വാർത്തകളാണ്. അമ്മയും 3
പെൺമക്കളുമാണ് വഴിയാധാരമായിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ മക്കൾക്ക് വീടും 5 ലക്ഷം രൂപ വീതവും നൽകാൻ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലെസ്ലി ജോൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ലെസ്ലി, ആ കുടുംബത്തിലെ ആ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒപ്പം തന്നെ 5 ലക്ഷം രൂപ വീതം നൽകാനുമാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ജോർജറ്റ്, നെയ്യാറ്റിൻകരയിലും മരിച്ച ദമ്പതികളുടെ 2 കുട്ടികൾക്കും 5 ലക്ഷം രൂപ വീതം നൽകാനാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇവരുടെ വിഷയം പ്രത്യേകമായി മന്ത്രിസഭാ യോഗം പരിഗണിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപയ്ക്കുള്ള വീടും ഇവർക്ക് സർക്കാർ വെച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇളയ കുട്ടിയായ രഞ്ജിത്തിന്റെ വിദ്യാഭ്യാസം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിനായിരിക്കും സംബന്ധിച്ച ചുമതല. എന്തായാലും നേരത്തെ തന്നെ മുഖ്യമന്ത്രി കുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുകയാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ കരുതൽ നടപടിയും മന്ത്രിസഭാ യോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മന്ത്രിസഭാ യോഗമാണ് ഇപ്പോൾ തീരുമാനമെടുത്തത്. നെയ്യാറ്റിൻകരയിലെ ആ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒപ്പം തന്നെ 5 ലക്ഷം രൂപ വീതവും നൽകാനാണ് സർക്കാർ തീരുമാനം. ആളിക്കത്തി കർഷക പ്രക്ഷോഭം 36ാം ദിവസം. പുതിയ കാർഷിക നിയമത്തിനെതിരെ സമരം തുടരുന്ന കർഷകരുമായി ജനുവരി 4-ന് കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തും. വൈദ്യുതി ഭേദഗതി ബിൽ 2020 കരട് പിൻവലിക്കാനും കാർഷിക അവശിഷ്ടം കത്തിക്കുന്നത് നിയന്ത്രിക്കുന്ന വായു മലിനീകരണ ഓർഡിനൻസിൽ മാറ്റം വരുത്താനും കേന്ദ്ര സർക്കാർ ഇതിനിടെ തീരുമാനിച്ചു. അതേസമയം ഭാവി പരിപാടികൾ കർഷക നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കർഷക പ്രക്ഷോഭം അതിരൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്നലെ കർഷക സംഘടനകളുമായി ചർച്ച നടത്തിയത്. കർഷകർ മുന്നോട്ട് വെച്ച 4 ആവശ്യങ്ങളിൽ 2 കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. വൈദ്യുതി ഭേദഗതി ബിൽ 2020 കരട് പിൻവലിക്കാനും കാർഷികാവശിഷ്ടം കത്തിക്കുന്നത് നിയന്ത്രിക്കുന്ന വായു മലിനീകരണ ഓർഡിനൻസിൽ മാറ്റം വരുത്താനുമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനാവില്ലെന്ന് കേന്ദ്രം ആവർത്തിച്ചു. നിയമം പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നാണ് കേന്ദ്ര നിലപാട്. താങ്ങുവില നിയമപരമാക്കാനാവില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. സമരത്തിനിടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു. ദില്ലിയിലെ കടുത്ത ശൈത്യം കണക്കിലെടുത്ത് സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും സമരവേദികളിൽ നിന്ന് വീടുകളിലേക്ക് തിരികെ അയക്കണമെന്ന് സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം നിയമങ്ങൾ പിൻവലിക്കുന്നില്ലെങ്കിൽ സമരം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. ഭാവി പരിപാടികൾ കർഷക നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കൈരളി ന്യൂസ്, ദില്ലി. ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനകീയ ഇടപെടൽ നിർണായകമായി. യുവജനങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ സ്ഥാനലബ്ധിയെന്നും യെച്ചൂരി വ്യക്തമാക്കി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണഘടന സമ്പൂർണ്ണമായി തകർക്കാൻ നടക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ ഐക്യമെന്ന അനിവാര്യത CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവർത്തിച്ചുന്നയിക്കുന്നത്. ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടുകയാണ്. വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുന്നു. ഇവയെല്ലാം ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തുമെന്ന പരസ്യ പ്രഖ്യാപനമാണ്. ഈ സാഹചര്യത്തിലാണ് ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിപക്ഷ ഐക്യം അനിവാര്യമാകുന്നതെന്ന് ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ യെച്ചൂരി വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ ഐക്യം ഉറപ്പിക്കാൻ CPIMന്റെ ഭാഗത്തുനിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാകുന്നതായും യെച്ചൂരി പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനകീയ ഇടപെടൽ നിർണായകമായി. കഴിഞ്ഞ 5 വർഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസകരമായ വിധം പ്രവർത്തിച്ചു. പ്രളയം, ലോക്ക്ഡൌൺ, കോവിഡ് കാലങ്ങളിൽ ആശ്വാസകരമായ പ്രവർത്തനങ്ങളുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിയെന്ന് വ്യക്തമാക്കുന്നതുകൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് യെച്ചൂരി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് വിജയമല്ല, ജനകീയ സമരങ്ങൾ നയിക്കാനാകുന്നുണ്ടോ എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയുടെ അളവുകോലെന്നും യെച്ചൂരി പറയുന്നു. നേതൃനിരയിൽ യുവജനങ്ങളെ എത്തിക്കാൻ പാർട്ടി നടത്തുന്ന ഇടപെടലിന്റെ പ്രതിഫലനമായി ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ സ്ഥാനലബ്ധിയെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദേശീയ ജനസംഖ്യയുടെ ശരാശരി പ്രായം 40 വയസ്സാണ്. എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റേത് 60 വയസ്സും. ഈ അന്തരം മറികടക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. കോഴിക്കോട് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ KPCC ജനറൽ സെക്രട്ടറിക്കെതിരെ പോസ്റ്റർ. PM നിയാസിനെ പുറത്താക്കി കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെയോടെയാണ് പോസ്റ്റർ കണ്ടത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസിനെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. PM നിയാസിനെ പുറത്താക്കി കോൺഗ്രസിനെ രക്ഷിക്കൂ, കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവി ഉറപ്പാക്കാൻ പ്രവർത്തിച്ച KPCC ജനറൽ സെക്രട്ടറിയെ നമുക്ക് വേണ്ട എന്നിങ്ങനെയാണ് പോസ്റ്ററിൽ ഉള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലെ പാളയം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണം PM നിയാസാണെന്ന് നേരത്തെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ആരോപണമുന്നയിച്ചിരുന്നു.
തനിക്കെതിരെ വിമതനെ നിർത്തിയതും സാമ്പത്തിക സഹായം നൽകിയതും PM നിയാസ് ആണെന്നായിരുന്നു ആരോപണം. ഇതാണ് പോസ്റ്റർ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതോടെ കോഴിക്കോട് കോൺഗ്രസിനുള്ളിലെ പോര് പരസ്യമാവുകയാണ്. KPCC ജനറൽ സെക്രട്ടറിക്കെതിരായ പോസ്റ്റർ കൂടി പ്രത്യക്ഷമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. കൈരളി ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാന നേതാക്കൾക്കിടയിൽ മാത്രമല്ല പ്രാദേശിക നേതാക്കൾക്കിടയിൽ പോലും കോൺഗ്രസ് അണികളിൽ പോലും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ തോൽവി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളും വിഴുപ്പലക്കലുകളുമാണ് ഈ വാർത്തയിൽ നിന്ന് പ്രകടമാകുകയും ചെയ്യുന്നത്. ഒരിടവേള കൂടി. ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നേരെയുള്ള മാഫിയയുടെ വെല്ലുവിളികൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതിന് സഹായിക്കുകയാണ്. ലോട്ടറി നടത്തിപ്പ് കേന്ദ്ര ലോട്ടറി നിയമത്തിൻ്റെ 4-ാം വകുപ്പ് പ്രകാരം ആണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ചുമതല ടാക്സസ് സെക്രട്ടറിക്ക് നൽകിക്കൊണ്ടുള്ളതാണ് ഈ വകുപ്പുകൾ. ആ 2 വകുപ്പുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. അവകാശം സംസ്ഥാനത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. കാരണം ഈ നിയമപ്രകാരമാണ് എന്ന് നോക്കാൻ പിന്നെ വേറെ ആരാ ഉള്ളത് കേരളത്തിൽ? കേന്ദ്ര സർക്കാരിന് ലോട്ടറിക്കെതിരായിട്ട് ഉള്ള നടപടി എടുക്കാനുള്ള അവകാശമുള്ളൂ. നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ളതൊക്കെ വസ്തുത തന്നെ. പക്ഷെ ആരെവിടെ മേൽനോട്ടം വഹിക്കേണ്ടത്? അപ്പം അതുകൊണ്ട് ഈ തീർപ്പിനെതിരായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സീനിയർ വക്കീലന്മാരെ നിയോഗിച്ചുകൊണ്ട് അപ്പീല് അടിയന്തരമായിട്ട് സമർപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 4-ാം തീയതി റിട്ട് അപ്പീല് ഫയൽ ചെയ്യും. കേരളത്തിൽ 2002 മുതൽ ലോട്ടറി മാഫിയ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയോടൊപ്പം തന്നെ ലോട്ടറി നടത്താനുള്ള പരിശ്രമങ്ങൾ ചെയ്തു വരികയായിരുന്നു. എന്നാൽ അവരതിന് സ്വീകരിച്ചിട്ടുള്ള നടപടികളൊക്കെ വലിയ എതിർപ്പ് കേരളത്തിൽ ജനങ്ങളുടെ ഭാഗത്തുണ്ടാക്കി. ലോട്ടറി ഒരു അഡിക്റ്റീവായിട്ട് മാറ്റി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനും കൊള്ള ചെയ്യുന്നതിനും കേരളത്തിൽ നിന്ന് സമ്പത്ത് പുറത്തോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഒരു പദ്ധതിയായിട്ട് ഇവരതിനെ മാറ്റിയതിനായി വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിൽ നടന്നു. അങ്ങനെ ഈ പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നമ്മൾ ഗാംബ്ലിങ്ങിൻ്റെ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലോട്ടറിയിലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ലോട്ടറി ആക്ടിന് കീഴിൽ ചട്ടങ്ങൾക്കും രൂപം നൽകി. എന്നാൽ GST വന്നപ്പോൾ ഈ ഗാംബ്ലിംഗ് ആക്ടിന് കീഴിലുള്ള നിയമം അത് അസാധുവായി. പക്ഷേ വളരെ ബോധപൂർവം GST കൗൺസിൽ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് ഇരട്ട നികുതി നിരക്കുകൾ അംഗീകരിക്കപ്പെട്ടു. ഒരു സംസ്ഥാനം നേരിട്ട് നടത്തുന്ന ലോട്ടറി ആണെങ്കിൽ അതിന് 12% നികുതി. എന്നാൽ ഒരു സംസ്ഥാനം ഇടനിലക്കാരെ വെച്ച് നടത്തുന്ന ലോട്ടറികളാണെങ്കിൽ അതിന് 28% നികുതി എന്ന് വന്നതോടുകൂടി ഈ ലോട്ടറി മാഫിയക്ക് ഇത്രയും ഉയർന്ന നികുതി നൽകി കേരളത്തിൽ നിന്ന് വ്യാപാരം നടത്തുന്നതിന് പ്രയാസമായി.
കാരണം ഇത്രയും ഉയർന്ന നികുതി കൊടുക്കണം. 28%. അങ്ങനെ 28% നികുതി നൽകിക്കൊണ്ട് കേരള സംസ്ഥാന ഭാഗ്യക്കുറോട് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നതുകൊണ്ടാണ് അവർക്ക് കേരളത്തിലേക്ക് കയറാൻ പറ്റാതിരുന്നത്. എന്നാൽ രണ്ടാം NDA സർക്കാർ ഈ നിലപാട് മാറ്റി. ഇരട്ട നികുതി എന്നുള്ളത് മാറ്റി എല്ലാവർക്കും 12% നികുതി അല്ലെങ്കിൽ 18% നികുതി ഏകീകരിച്ച നിരക്ക് വേണം എന്നുള്ള നിർദ്ദേശം അവർ വെച്ചു. ഇരട്ട നികുതി, വ്യത്യസ്തമായ നികുതി എന്നുള്ളത് സുപ്രീം കോടതി തന്നെ ശരിവെച്ചിട്ടും അത് ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നീങ്ങിയത്. ആ നീക്കം ദുരുപദിഷ്ടമാണ്. എന്തിനു വേണ്ടി ഇത് നീക്കണം? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെ ലോട്ടറി നടത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇത് ആവശ്യപ്പെടുന്നില്ല. GST കൗൺസിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്കും ലോട്ടറി ഇല്ല. പക്ഷേ അവരെ ഉപയോഗപ്പെടുത്തി BJP സംസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു 3 GST കൗൺസിലിലെ സംവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ശേഷം ആദ്യമായിട്ട് ഇതിൻ്റെ പേരിൽ വോട്ടെടുപ്പ് വേണ്ടി വന്നു. ഇനി വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നാലും നികുതി നിരക്ക് ഞങ്ങൾ ഏകീകരിക്കും എന്നുള്ള ശാഠ്യം എന്തിനാ BJP പുലർത്തിയത്? ചുരുക്കത്തിൽ BJPയുടെ സഹായത്തോടു കൂടി ലോട്ടറി മാഫിയ ഇന്ത്യയിലാകെ പിടിമുറുക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നികുതി നിരക്ക് ഏകീകരിച്ച് കഴിഞ്ഞിട്ടും 2018 മുതൽ കേരളത്തിൽ കടന്നു വരാനുള്ള പരിശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞത് ഈ ചട്ടങ്ങളിൽ 24(3), 24(10) ഉള്ളത് കൊണ്ടാണ്. ഈ 2 ക്ലോസുകളും നമ്മൾ 2018 കൂട്ടിച്ചേർത്തതാണ്. ഇത് പണ്ട് ചട്ടങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കേസ് വന്നു. സിംഗിൾ ബെഞ്ച് അനുകൂലമായിട്ട് വിധിച്ചു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഈ 2 ക്ലോസുകൾ സ്റ്റേ ചെയ്തു. പക്ഷെ അന്തിമ വിധി നമുക്ക് അനുകൂലമായിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ലോട്ടറി മാഫിയ പോയി. സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചപ്പോൾ കോർട്ട് ലക്ഷ്യത്തിന് വിളിച്ചപ്പോഴാണ് നമ്മൾ കോടതി ആവശ്യപ്പെടാതെ തന്നെ എല്ലാ കേസും പിൻവലിച്ചു, ഈ വകുപ്പുകളും പിൻവലിച്ചു. അങ്ങനെ കേരളത്തിലെ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ച ഈ 2 ക്ലോസുകളും GST നികുതി നിരക്കിൽ വന്ന മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പുനഃസ്ഥാപിച്ചു 2018. അതുകൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിനു മുമ്പ് സാന്റിയാഗോ മാർട്ടിന്മാരെല്ലാം കേരളത്തിലേക്ക് വരാനുള്ള പരിശ്രമങ്ങളെ നമ്മൾ ചെറുത്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ 2 ക്ലോസുകൾ പോയതിൻ്റെ പശ്ചാത്തലത്തിൽ, അവ റദ്ദാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ലോട്ടറി മാഫിയയുടെ നീക്കങ്ങളെ കേരള സർക്കാർ ഗൗരവത്തിൽ തന്നെ എടുക്കുകയാണ്. നമ്മൾ അപ്പീൽ കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ കേരളത്തിൽ കയറി ലോട്ടറി കച്ചവടം നടത്താം എന്ന് സാന്റിയാഗോ മാർട്ടിനും കൂട്ടരും ചിന്തിക്കേണ്ട. ഈ 2 ക്ലോസേ പോയിട്ടുള്ളൂ. ലോട്ടറി ചട്ടങ്ങൾ നിലനിൽക്കുകയാണ്. ബാക്കിയുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് വകുപ്പ് പരിശോധിക്കുകയാണ്. കർശന നടപടി സ്വീകരിക്കും. ഇപ്പോൾ പോലും 28% നികുതി കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് 14% കിട്ടും. പക്ഷേ ലോട്ടറി മാഫിയക്ക് 28% നികുതി കൊടുത്തേ പറ്റൂ.
അപ്പോൾ 28% നികുതി കൊടുത്ത് ലോട്ടറി ഇന്ന് കേരള സർക്കാരിനോട് മത്സരിച്ച് നടത്തണമെങ്കിൽ നികുതി വെട്ടിച്ചുകൊണ്ടേ പറ്റൂ. ഈ പശ്ചാത്തലത്തിൽ GST വകുപ്പ് കർശനമായിട്ടുള്ള പരിശോധനകൾ ഈ അന്യസംസ്ഥാന ലോട്ടറി നടത്തിപ്പ് സംബന്ധിച്ച് നടത്തും. നമുക്കുള്ള ഒരു ദൗർബല്യം, ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ GST നികുതി വകുപ്പുമുണ്ട്, നമ്മുടെ നികുതി വകുപ്പുണ്ട്. രണ്ടുപേരും അഡ്മിനിസ്റ്റർ ചെയ്യുന്ന നികുതിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ GST വകുപ്പിലാണ് ഇപ്പോൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് രണ്ട് വിഭാഗക്കാർക്ക് നടത്താം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും കേരളത്തിൽ ഇത്തരത്തിൽ ലോട്ടറി നടത്തിപ്പിന് വന്നു കഴിഞ്ഞാൽ GST വകുപ്പ് തന്നെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടോ പരിശോധന നടത്തും, അതിനുള്ള തടസ്സങ്ങളുണ്ടാക്കും. കേരളത്തിലെ ലോട്ടറി വ്യാപാരികൾ, ഏജൻറ്റുമാർ, ലോട്ടറി വിൽപ്പനക്കാർ, ഇവരുമായിട്ട് ഇവിടെ ഇന്ന് തന്നെ യോഗം വിളിച്ചിട്ടുണ്ട്. അവരെ കൂടി അണിനിരത്തിക്കൊണ്ടായിരിക്കും ലോട്ടറി മാഫിയ കേരളത്തിൽ വീണ്ടും കടന്നു വരാനുള്ള പരിശ്രമങ്ങളെ ചെറുക്കുക. അങ്ങനെ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഭരണപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങളെ ആകെ എങ്ങനെയാണ് ഈ ഭീഷണിക്കെതിരായിട്ട് അണിനിരത്തുക എന്നുള്ളതെല്ലാം സർക്കാർ പരിശോധിക്കും. എന്ത് വന്നാലും ഈ ലോട്ടറി മാഫിയയെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. യെസ്, ചോദ്യങ്ങളാവാം. കേട്ടൂടല്ലോ. ഇപ്പോഴത്തെ നിയമപ്രകാരം തന്നെ ലോട്ടറി മാഫിയ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഹൈക്കോടതി വിധിയെ മറികടക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? പോലീസിനെ കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയാലും കേരളത്തിൽ വിൽപ്പന ആരംഭിക്കുന്നതിന് മുമ്പ് നികുതി വെട്ടിക്കുന്നില്ല എന്ന് പരിശോധിക്കാനുള്ള അവകാശം നികുതി വകുപ്പിനുണ്ട്. ആ പരിശോധന കർശനമായിട്ട് നടത്തും. രണ്ട്, ലോട്ടറി ചട്ടങ്ങളിൽ ഈ വകുപ്പ് പോയെങ്കിൽ പോലും ബാക്കി വകുപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി വകുപ്പിൻ്റെ നടപടികളുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഉള്ള കർശനമായ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. അതിനുള്ള സർക്കുലറും കാര്യങ്ങളും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെ ആയിട്ട് അതിനുള്ള നടപടികൾ പൂർത്തീകരിക്കും. ഇപ്പോൾ ഈ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉടനെ ഇത്തരത്തിൽ ഇതര സംസ്ഥാന ലോട്ടറികളുടെ വിൽപ്പന കേരളത്തിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ധനവകുപ്പ് മുന്നിൽ കാണുന്നുണ്ടോ? ചില നീക്കങ്ങളുണ്ട്. നമ്മുടെ ഏജൻറ്റുമാരിൽ ചിലരെ അവരുടെ ടിക്കറ്റിൻ്റെ കൂടി ഏജൻ്റ് ആകാമോ എന്നൊക്കെ ചോദിച്ച് ബന്ധപ്പെടലുകൾ തുടങ്ങിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഈ മാസം അവസാനിക്കുന്ന മുമ്പ് കേരളത്തിൽ ഞങ്ങളുടെ ഡ്രോ നടത്തും എന്നുള്ളതൊക്കെ ചിലരോടൊക്കെ പറഞ്ഞതായിട്ട് സർക്കാർ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ജാഗ്രത പുലർത്തുകയാണ്. രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വന്ന് ലോട്ടറി അങ്ങ് വിൽക്കാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ തവണയും രജിസ്ട്രേഷനുണ്ട് എന്ന് പറഞ്ഞ് ലോട്ടറി വിൽക്കാൻ പോകുന്നതിനെതിരായിട്ട് കർശനമായ നടപടികൾ നമ്മൾ സ്വീകരിച്ചല്ലോ. അപ്പോൾ അതുപോലുള്ള കർശന നടപടികൾ സ്വീകരിക്കും. എന്നാൽ ഈ രണ്ട് വകുപ്പുകൾ പോയതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ ഏതെല്ലാം വകുപ്പ് വെച്ചാണ് നടപടി സ്വീകരിക്കുക? ഏതായാലും ഈ വകുപ്പ് GSTയിലില്ല.
GSTക്ക് നമ്മൾ GSTയുടെ കീഴിൽ തന്നെ ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്ടങ്ങൾ ഉപയോഗിച്ച് GST ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കും. അപ്പോൾ അത് സംബന്ധിച്ച് GST വകുപ്പ് മേധാവികൾ ഇന്ന് കാലത്ത് യോഗം ചേരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താണ് എടുക്കേണ്ട നടപടികളെന്ന് തീരുമാനിക്കുകയും നാളെയോ മറ്റന്നാളോ GST ഉദ്യോഗസ്ഥരെ നേരിട്ട് ഞാൻ തന്നെ സംസാരിച്ച് അതിൻ്റെ പ്രോട്ടോകോൾ പ്രൊസീജിയർ എന്തെന്ന് വ്യക്തമാക്കുകയും ചെയ്യും. ലോട്ടറി മാഫിയാക്കളെ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങയോട് വളരെ അഭിമാനമുണ്ട്. പിന്നെ ഒരു 10-20,000 പേര് ഈ ലോട്ടറിയുമായിട്ട് കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ട സാധുക്കളുണ്ട്. അവരിപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള മാഫിയാക്കൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ വളരെ അപകടത്തിലാവും. അതിന് കർശനമായ നടപടി അങ്ങ് സ്വീകരിക്കണം. ഒരു ധനമന്ത്രി എന്നുള്ള രീതിയിൽ അങ്ങയോട് എല്ലാവിധ പിന്തുണയും ഒരു പത്രബോധം എന്ന രീതിയിൽ ഉണ്ടായിരിക്കും. കർശനമായ നടപടി സ്വീകരിക്കുന്നത് മാത്രമല്ല, ഈ ഒരു ത്രെട്ടിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം എത്ര ലാഭം കിട്ടുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇങ്ങനെയുള്ള മാഫിയ വരുന്നത് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കും, ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ തടയുക എന്നുള്ളതാണ്. അപ്പോൾ തടയുക എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ കേരള ലോട്ടറി കൂടുതൽ ആകർഷകമായിട്ട് ഒരു ലോട്ടറി മാഫിയയ്ക്കും നമ്മൾ മത്സരിക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ ആകർഷകമാക്കാൻ പറ്റും എന്നുള്ളത് ലോട്ടറി ട്രേഡ് യൂണിയനോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് അതിൻ്റെ യോഗമുണ്ട്. അവരുടെ കൂടി സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുക്കാൻ പോകുന്നത്. ഈ ഇതര സംസ്ഥാന ലോട്ടറികളുടെ ഒരു പ്രധാന ആകർഷണം വിലക്കുറവായിരിക്കും. അത് നേരിടുന്നതിന് വേണ്ടി നമ്മുടെ ലോട്ടറിയുടെ വില കുറയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി പരിഗണിക്കും? നിശ്ചയമായിട്ടും ഇന്നിപ്പോൾ അത്തരത്തിലൊരു മത്സരം വരികയാണെങ്കിൽ ആ രീതിയിലും നമ്മൾ മത്സരിക്കാൻ തയ്യാറാവും. അപ്പോൾ അതൊക്കെ അവരുടെ നീക്കങ്ങളോട് കണ്ടിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. ഏതൊക്കെ രൂപത്തിൽ അവരുമായിട്ട് ഒരു കാരണവശാലും ഒരു തെല്ല് പോലും കേരള ലോട്ടറി മോശമാവില്ല, മെച്ചപ്പെട്ടതായിരിക്കും. അപ്പോൾ അത് സംബന്ധിച്ചാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ലോട്ടറി ട്രേഡ് യൂണിയനോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ വ്യക്തമായിട്ട്, സർക്കാരിന് എത്ര ലാഭം കിട്ടുന്നൊന്നും പ്രശ്നമല്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ അവരെക്കാൾ ആകർഷകമാക്കുന്നതിന് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യും. ലോട്ടറി മാഫിയക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതര സംസ്ഥാന ലോട്ടറികൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ അപ്പീൽ പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇരട്ട നികുതി ഏകീകരിച്ച കേന്ദ്ര സർക്കാർ നിലപാട് അത് BJP ലോട്ടറി മാഫിയയ്ക്ക് അനുകൂലമാണ്. രാജ്യത്തെ ലോട്ടറി മാഫിയ പിടിമുറുക്കാനുള്ള ഒരു സാഹചര്യമാണ് BJP സർക്കാർ ഒരുക്കി കൊടുക്കുന്നതെന്നാണ് ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞത്. ഇക്കാര്യത്തെ നിയമപരമായി തന്നെ നേരിടാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തോമസ് ഐസക്കിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. വാക്കുകളിലേക്ക്. സാങ്കേതികമായി തടസ്സം ഉണ്ടായിരിക്കുന്നു. അതൊന്ന് കോവിഡ് ആയിരുന്നു, പിന്നെ ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ ചാനലുകൾക്കും മറ്റു മാധ്യമങ്ങൾക്കും ഉള്ള പരസ്യങ്ങൾ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, പണമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കുടിശ്ശികളൊന്നും വരത്തില്ല. എപ്പോൾ ഇതിൻ്റെ ബില്ല് കിട്ടുന്നു അത് അപ്പം തന്നെ പാസ്സാക്കും. ഇവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഒന്നുകൂടി ബന്ധപ്പെട്ട് എന്താ പ്രശ്നം നോക്കി അത് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നിപ്പോൾ നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കി. അതിന് BJPയുടെ പിന്തുണ കൂടി സംസ്ഥാന സർക്കാർ ലഭിച്ചിരിക്കുകയാണ്. പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതാണ് BJPയുടെ ഏക അംഗം തന്നെ പറഞ്ഞത്. സർക്കാരിൻ്റെ ഒരു നിലപാടിൻ്റെ വിജയമായിട്ട് കാണുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിന് സർക്കാരിൻ്റെ പ്രമേയത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കുന്നു. നിയമസഭയുടെ വികാരം അദ്ദേഹം കണക്കിലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രമേയത്തിനെതിരായി വോട്ട് ചെയ്യുന്നില്ല എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായമുണ്ട്. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നല്ലതാണ്.
പക്ഷേ BJP പാർട്ടി അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. നിയമം പിൻവലിക്കണമെന്നാണ് കേരള നിയമസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതിനെയാണ് അദ്ദേഹം സമ്പൂർണ്ണമായി പിന്താങ്ങുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം പിൻവലിക്കണം അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അതിൽ കുറച്ചുകൂടി ഗൗരവമായ രാഷ്ട്രീയമില്ലേ അതിനകത്ത്? അതിപ്പം ഞാനായിട്ട് വ്യാഖ്യാനിച്ച് പറയുന്ന അദ്ദേഹം തന്നെ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടി പറയട്ടെ, വരട്ടെ. പക്ഷേ ഞാൻ ഇതിന്ന് റീഡ് ചെയ്യുന്നത് കേരളത്തിൽ അത്ര വലിയൊരു ജനകീയ അഭിപ്രായം ഇതിനെ സംബന്ധിച്ചുണ്ട്. കേരളത്തിൻ്റെ വികാരം ഇതാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യക്ക് നൽകുന്ന മെസ്സേജ് വളരെ വലുതാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നതകളൊക്കെ നിൽക്കുമ്പോഴും അവിടെ സമരം ചെയ്യുന്നവരുടെ വികാരത്തെ അവഗണിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെ കാണാം. ശരിയെന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും എന്തോ വല്ലതും ചോദിച്ചോ? അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ യജ്ഞത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ലോട്ടറിയുടെ ആർക്കെങ്കിലും കുടിശ്ശികയുണ്ടെങ്കിൽ തരൂ, എൻ്റെ തന്നെ വകുപ്പാണ്. അതുകൊണ്ട് താമസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ 2 ദിവസത്തിനുള്ളിൽ അത് എൻ്റെ പണം തരും എന്ന് ഉറപ്പ് വരുത്താം. സംസ്ഥാന ഭാഗികർക്കെതിരെ ലോട്ടറി മാഫിയയുടെ പ്രവർത്തനങ്ങൾ ശക്തമാവുകയാണ്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇതര സംസ്ഥാന ലോട്ടറികൾ വിൽക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ, ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. BJPയുടെ സഹായത്തോടെയാണ് ലോട്ടറി മാഫിയ രാജ്യത്ത് സജീവമാകുന്നത് എന്ന രാഷ്ട്രീയ ആരോപണം കൂടിയാണ് തോമസ് ഐസക് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്.